ഈച്ച വന്നു കേട്ടോ. ഹായ്. അപ്പോൾ ഞാനും കുഞ്ഞുമറിയവും കൂടെ, ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങൾ കുറച്ച് പേരുണ്ട്. നമ്മൾ ടർക്കിയിലൊരു വെക്കേഷൻ പോകാമെന്ന് പറഞ്ഞു. ഇനിയുള്ള 5 ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ടർക്കിയിലാണ് കേട്ടോ. ശരിക്കും ഇപ്പോൾ സമയം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1:30 12:50 ശരിക്കും ഫ്ലൈറ്റ് എടുക്കണം. അപ്പോൾ ഐഡിയ ഡിലേ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ പെഗാസസിൽ ഫ്ലൈ ചെയ്യുന്നത്. കുഞ്ഞ് ഫ്ലൈറ്റാണ്. എനിക്കൊന്ന് ഡൊമസ്റ്റിക്, നമ്മുടെ നാട്ടിലെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൻ്റെ ഒക്കെ ഒരു വലുപ്പമായിരിക്കും. അപ്പോൾ കുഞ്ഞുമറിയം ദേ ഇവിടെ വൈഡ് എവേക്ക് ആയിട്ടിരിക്കുന്നു. അൻഷപ്പൻ എല്ലാവരും റെഡിയാണ് കേട്ടോ. നമ്മളിനി ഇതേ ഇപ്പോൾ ബോർഡിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. ടർക്കിക്ക് നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ മാഞ്ചസ്റ്ററിൽ നിന്ന് യാത്ര ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ UK BRP കാർഡ് ഉള്ളവരാണെങ്കിൽ ഒരു വിസ പ്രോസസ്സിങ് ചെയ്യണം. അതിന് ചെറിയ ഫീസ് എങ്ങാണ്ടാ വരുന്നുള്ളൂ അല്ലേ ഡേഞ്ചു? ചെറിയ എന്തോ എമൗണ്ടേ വരുന്നുള്ളൂ. അത് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ BRP കാർഡ് മതി കേട്ടോ. അപ്പോൾ വിസ ഓൺ അറൈവലാണ് നമുക്ക്. ഇത് കറക്റ്റ് നമ്മൾ തായ്ലൻഡ് ട്രാവൽ ചെയ്ത സെയിം ഫ്ലൈറ്റ്, മീൻസ് ആ ഒരു 9B. നിങ്ങൾ നേരെ ഇപ്പുറ സൈഡിലല്ലേ? അമ്മേ ദിബു അജയ് നേരെ അപ്പറേ. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞപ്പൻ ഫ്ലൈറ്റ് 4.5 മണിക്കൂറേ ഉള്ളൂ. വളരെ സുഖകരമായിട്ടുള്ള യാത്രയായിരിക്കും. നിങ്ങൾ ഇങ്ങോട്ട് വാ. ഇനിയിപ്പം നമ്മൾ എന്താണെങ്കിലും അവിടെ ചെല്ലുമ്പോഴേക്കും 1 മണിക്കൂർ ലേറ്റ് ആവും. അന്റാലിയയിൽ എത്തുമ്പോഴേക്കും അവിടുത്തെ സമയം വൈകിട്ട് 8 മണി ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അടിപൊളി കേട്ടോ. ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഉണ്ട്. ഞാൻ കണ്ടതിൽ, ഫ്ലൈറ്റിൽ വെച്ച് കണ്ടതിൽ ഏറ്റവും ഭംഗിയുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ ഏകദേശം 4.5 മണിക്കൂർ നേരത്തെ ഫ്ലൈറ്റ് ആയിരുന്നു. കുഞ്ഞുമറി എൻ്റെ മടിയിലിരിക്കും. നമ്മൾ ലാൻഡ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സൺസെറ്റ് കാണുവാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് സൺസെറ്റ്. ഇത് കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇവിടെ താഴെ എല്ലാം നല്ല ഹൈറ്റുള്ള നല്ല കുന്നുകളാണ്, കുന്നുകളോ മലകളോ മൗണ്ടൻസോ. അവിടെയാണ് സൂര്യൻ അസ്തമിച്ച് വരുന്നത്. അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിലിരുന്ന് ഇത്രയും ഭംഗിയുള്ള ഒരു സൺസെറ്റ് കാണുന്നത് കേട്ടോ. ഇത് നേരിട്ട് കാണാനായിട്ട് ഇങ്ങനെയല്ല, ഈ വീഡിയോയിൽ നമുക്ക് ഇത് ക്യാപ്ചർ ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷേ ഇത് കാണാൻ അടിപൊളി. അപ്പോൾ ഇവിടെ കുഞ്ഞുമറിയം ഹായ് പറഞ്ഞേ. കുഞ്ഞുമറിയം മിടുക്കിയായിട്ട് യാത്ര ചെയ്തു കേട്ടോ. കുഞ്ഞുമറിയൊക്കെ ഉറക്കമായിരുന്നു. അൻഷപ്പനും ദിബുവൊക്കെ അപ്പുറയുണ്ട്. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാൻഡ് ചെയ്യുന്ന അന്റാലിയ എയർപോർട്ടിലാണ്. അന്റാലിയയിൽ ലാൻഡ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് തന്നെ കപ്പഡോക്കിക്ക് ഡ്രൈവ് ചെയ്യും. അടിപൊളി. Seat backs and tray tables are in their upright position and open your window blinds. Mobile phones and electronic devices. ഇത് പണ്ട് നമ്മൾ ആമസോണിൽ ട്രാവൽ ചെയ്തപ്പോഴേക്കും അവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കൈയടിക്കും. ഫ്ലൈറ്റിൽ ഇരുന്നെങ്കിൽ എല്ലാവരും കൈയടിക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അവിടുത്തെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോഴേക്കും ആ സന്തോഷത്തിൻ്റെ പുറത്ത് എല്ലാവരും കൈയടിച്ചു. അങ്ങനെ അതിനുശേഷം എല്ലാവരും ആ രാജ്യത്തുള്ള ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്താൽ അപ്പോഴേ കൈയടിക്കും. രസമല്ലേ? അങ്ങനെ നമ്മൾ ടർക്കിയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. കുഞ്ഞുമറിയം ടർക്കിയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. Tıkış ışıkları sönünceye kadar kemerlerinizi çok unutmayın. Başüstü dolaplarını açar. ഇതാണ് നമ്മളൊന്ന് ഫ്ലൈറ്റ് കേട്ടോ. ബസ് ഞങ്ങൾ അതെ ബസ് എനിക്ക് തോന്നുന്നു ഇതേ വന്ന ആൾക്കാർ ഫുൾ ഒറ്റ ബസ്സേ കയറി. ഒരു ഫ്ലൈറ്റിലുണ്ടാകുന്ന ആൾക്കാർ ഒറ്റ ബസ്സേ കയറി. അത്ര ആൾക്കാരുണ്ടാകില്ല ഇതുണ്ട്. പക്ഷെ നല്ല ആളുണ്ട്. ബസ് വലിയ ബസ്സാണ്. ഇതുകൊണ്ട് ഇത്ര ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഇമിഗ്രേഷൻ ബാഗേജ് കളക്ട് ചെയ്യുക. പിന്നെ നേരെ എൻ്റർപ്രൈസിന് വണ്ടി എടുക്കണം. പിന്നെ അവിടെ നിന്ന് ഒരു 6 മണിക്കൂർ ഡ്രൈവ് സ്ട്രേറ്റ് പോവുകയാണെങ്കിൽ നമ്മളൊരു 8 മണിക്കൂർ എടുത്തുമായിരിക്കും. കാരണം രാത്രി ഇവർ ഉറങ്ങുന്ന സമയമായതുകൊണ്ട്. നമ്മളിന്ന് 8 മണിക്കൂറുണ്ടല്ലോ എത്തിയത്. അല്ല, നമ്മൾ 8 മണിക്കൂറായിരുന്നു. പക്ഷെ 10 മണിക്കൂറുണ്ട്. 6.5 hours ഇടയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇടയ്ക്ക് വാഷ്റൂം ബ്രേക്ക് മാത്രമേ കാണത്തുള്ളൂ. നമ്മളിനിയിപ്പോൾ നേരെ അന്റാലിയ എയർപോർട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബസ് ഡ്രൈവർ എനിക്ക് 70 മൈൽസിലാണ് വന്നത് തോന്നുന്നു. പറന്നാ വന്ന്
ബൈ ബൈ പറഞ്ഞേ. അവിടെ ചേട്ടൻ പോയി ചേട്ടൻ ബൈ ബൈ. ബൈ ബൈ. ഞങ്ങളൊരു ചേട്ടനെ പരിചയപ്പെട്ടു കേട്ടോ. കുഞ്ഞുമരത്തിന് ഇഷ്ടപ്പെട്ട ചേട്ടൻ്റെ തൊപ്പി ഇഷ്ടപ്പെട്ടു കണ്ടോ. ചേട്ടൻ ബൈ ബൈ പറഞ്ഞേ. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഇമിഗ്രേഷൻ, അതുപോലെ തന്നെ ബാഗേജ് കളക്ട് ചെയ്യുക. ഇത് രണ്ടുമാണ് നമ്മുടെ നെക്സ്റ്റ് പ്രയോറിറ്റി ഉള്ള ടാസ്ക്. അതിനുശേഷം വണ്ടി കളക്ട് ചെയ്യുക. അഞ്ചാനി എയർപോർട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ? എയർപോർട്ടിനകത്തൊരു വേറൊരു മണം അല്ലേ? ഇത് വേറൊരു മണം. ഇവിടെ നമ്മൾ ഇമിഗ്രേഷനിൽ കാണിക്കേണ്ട എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മുടെ BRP കാണിക്കണം. അതുകൂടാതെ ഇതാണ് നമ്മുടെ വിസ, B1 എന്ന് പറഞ്ഞ വിസ. ഇതിനെനിക്ക് 40 പൗണ്ടോ 45 പൗണ്ടോ കണ്ടായിട്ടുള്ളൂ ഒരാൾക്ക്, അതായത് 4000 രൂപ, ഇന്ത്യൻ റുപ്പി. കുഞ്ഞുമറി ഇവിടെ ഫുൾ എക്സ്പ്ലോറിംഗ് ആണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ഇതാണ് 104. നമ്മുടെ ലഗേജ് ഇതുവരെ വരാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല. ഫ്ലൈറ്റ് നമ്പർ 5816. എല്ലാവരും വെയിറ്റിംഗ് ആണ്. നമുക്കങ്ങനെ ലഗേജ് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ എൻ്റർപ്രൈസിൻ്റെ കൗണ്ടറിലേക്ക് പോകണം. എൻ്റർപ്രൈസിൻ്റെ കൗണ്ടർ എവിടെയാണ്? നമുക്ക് ഇവിടുത്തെ സെക്യൂരിറ്റിയോട് എല്ലാം ചോദിക്കണം. നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കാണെങ്കിൽ എൻ്റർപ്രൈസ് ക്ലോസ്. ഞാൻ ഒരു നിമിഷം ഓർത്തു, ദൈവമേ രാത്രി നമ്മളിവിടെ പെട്ടുപോകും. അജയ് ഒന്ന് ആലോചിച്ചില്ലേ? അജയ് ആലോചിച്ചു. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് 6 മണിക്കൂർ സ്ട്രെയിറ്റ് ഡ്രൈവാണ്. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തി പോകുമ്പോഴേക്കും ഒരു 8 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ അന്റാലിയ ടു കപ്പഡോക്കിയ ഡ്രൈവ് അടിപൊളിയാണ്. പക്ഷെ നമുക്കത് നൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. നൈറ്റ് നമ്മൾ നേരെ സ്ട്രൈറ്റ് ഡ്രൈവ് ചെയ്ത് പോകുന്നു. തിരിച്ച് നമ്മൾ 2 ദിവസം കഴിയുമ്പോഴേക്ക് അന്റാലിയക്ക് തിരിച്ചു വരും. അത് നമ്മൾ മോർണിംഗ് ആണ് ഡ്രൈവ് ചെയ്യുന്നത്, ഏർലി മോർണിംഗ്. ഒരു കാര്യം ശ്രദ്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എയർപോർട്ടാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 മിനിറ്റായി. അത്യാവശ്യം നല്ല വലിയ എയർപോർട്ടാണ്. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇതിപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ സമ്മർ എൻഡിങ്ങിലേക്ക് വരുവാണ് കേട്ടോ. അതുകൊണ്ട് യൂറോപ്യൻസ് ഫുള്ള് മിക്കവാറും ടർക്കി, അൽബേനിയ അതുപോലെ കൺട്രികളിൽ മാക്സിമം ട്രാവൽ ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് എയർപോർട്ടൊക്കെ ഫുള്ളാണ്. ഇപ്പോൾ രാത്രി സമയം 9 മണിയായിട്ടും ഒത്തിരി ആളുകളുണ്ട്. റെൻ്റ് ആൻഡ് ഗോ എൻ്റർപ്രൈസ് വേണ്ട ഇവിടെയും ക്യൂ ആണല്ലോ. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തു. അവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് കുറച്ച് ലോങ് ആയിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബുക്ക് ചെയ്ത വണ്ടി അവർ പറയുന്നത് ചെറുതാണ്. പക്ഷെ നമ്മൾ ബുക്ക് ചെയ്ത വണ്ടി എനിക്ക് ഇതിനേക്കാളും വലിയ വണ്ടിയാണെന്ന് തോന്നുന്നു ഫോട്ടോ കണ്ടിട്ട്. നമ്മൾ ടർക്കിയിൽ പുറത്തിറങ്ങി. ഞങ്ങൾ ആക്ച്വലി വർത്താനം പറഞ്ഞിരിക്കുന്നിടയ്ക്ക് അത് വിട്ടുപോയി കേട്ടോ. നമ്മളിത് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി. എല്ലാവരും ടർക്കി മണ്ണിൽ കാലി ഒട്ടിയിരിക്കുകയാണ്. അൻഷപ്പൻ, കുഞ്ഞുമറിയം. ഇവിടെ വെതർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ വെതറാണ് കേട്ടോ. നമ്മൾ പുറത്തിറങ്ങുമ്പോഴേക്കും നമുക്ക് ചെറുതായിട്ട് ചൂടും ഹ്യൂമിഡിറ്റി ഉള്ള വെതറാണ്. പക്ഷേ നല്ല വെതർ. ഈ ഒരു വെതറിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. നമ്മൾ ഇവിടുന്ന് നടന്നു കഴിയുമ്പോഴേക്കും ലെഫ്റ്റ് സൈഡിൽ എൻ്റർപ്രൈസിൻ്റെ തന്നെ ഒരു കൗണ്ടർ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ കാണിച്ചാൽ മതി എന്നാണ് ഇവർ പറഞ്ഞത്. നമ്മുടെ വണ്ടിയുടെ സംഭവം ഞാൻ ജസ്റ്റ് ഈ വണ്ടിയുടെ ഒരു വീഡിയോ എടുത്ത് വെക്കുവാണ്. കാര്യം ഇൻ കേസ് നമ്മൾ കൊണ്ടുപോയിട്ട് വേറെ എന്തെങ്കിലും സ്ക്രാച്ചോ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അറിയത്തില്ലല്ലോ. ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് വെക്കുവാണ്. Maybe is the 90 or 90 kilometers. Yeah, 110. അങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തു. വണ്ടി എടുക്കാനായിട്ട് അഗെയിൻ കുറച്ച് സ്ട്രഗിൾ ആയിരുന്നു കേട്ടോ. ഇത് വണ്ടിയുടെ ലൈൻ അസിസ്റ്റ് ആണ്. ഒച്ച കേട്ടത്. വണ്ടി എടുക്കാനായിട്ട് അവിടെ ചെന്നപ്പോഴേക്കും നമ്മൾ ബുക്ക് ചെയ്ത വണ്ടി അവരില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് അഡീഷണൽ കുറച്ച് പേയ്മെൻറ്റ് ഉണ്ട്. എനിക്ക് 90 പൗണ്ട് എക്സ്ട്രാ ആണല്ലേ, 100 പൗണ്ട് എക്സ്ട്രാ. ഇൻഷുറൻസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന MGD വണ്ടിയാണ്. ഇത് ഏത് വണ്ടിയാണെന്ന് പോലും അറിയത്തില്ല, നോക്കാൻ സമയം കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 6 മണിക്കൂർ ഡ്രൈവാണ് കേട്ടോ സ്ട്രെയിറ്റ് പോവുകയാണെങ്കിൽ. പക്ഷേ അതിന് നമുക്ക് ഫുഡ് കഴിക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി ഫുഡ്. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ ഒരു സ്ഥലത്ത് കയറ്റി പാർക്ക് ചെയ്തിട്ടു. ഒന്നാമത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവർ പറയുന്ന പകുതി മനസ്സിലാകുന്നില്ല കേട്ടോ. കാരണം നമ്മൾ വണ്ടി ആദ്യമേ അവിടെ ഇട്ടു, പക്ഷെ അവിടെ ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഇവിടെ എടുത്തിട്ടാണ് പറഞ്ഞു. അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ ഇട്ടു. കുഞ്ഞുമറി ഇറങ്ങി വരുന്നു. നമ്മളിത് ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെയുള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് വളരെ കുറവാണ് അറിയാവുന്നത്. ഇവർ പറയുന്ന ടർക്കിഷ് ഭാഷയാണ്. അപ്പോൾ നമ്മളിതേ വണ്ടി അങ്ങനെ നമുക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട്. ഏകദേശം 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്താണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇത് ഗ്രിൽഡ് ചിക്കൻ അല്ലേ ദീപു? ഇതെന്താ ഒരു ഒന്ന് മിക്സ്ഡ് ഗ്രില്ലും ഒന്ന് ഗ്രിൽഡ് ചിക്കനും. 2 പടത്തിലുള്ള സാധനം പറയാൻ പറഞ്ഞു. ആസ് യൂഷ്വൽ നമുക്ക് അറിയത്തില്ലാത്ത സ്ഥലത്തിന് പോയി നമ്മൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് അങ്ങനെ തന്നെ ഓർഡർ ചെയ്തിരിക്കുന്നത്. പക്ഷെ വലിയ ഹെവി പോർഷനാണ് കേട്ടോ, നല്ല ഹെവിയാണ്. കുഞ്ഞുമറിയത്തിന് ഇവിടെ ഇച്ചിരി ചപ്പാത്തി ഒരാൾക്ക്, 2 പേർക്ക്. കുഞ്ഞുമറിയും കഴിച്ചു നോക്കി ചപ്പാത്തി. കൈ പിടിച്ചോ. ആരാ? ദിബു നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. ഞങ്ങൾ ആക്ച്വലി മാഞ്ചസ്റ്ററിൽ നിന്ന് പ്രോപ്പറായിട്ടൊന്നും കഴിച്ചില്ലായിരുന്നേ. അപ്പോൾ ഇനി ഫുഡ് ദിബു ഒന്ന് കഴിച്ചു നോക്കി. ആദ്യം ദിബുവിനെ കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയാണെന്ന്. നല്ലതാണോ? കണ്ടിട്ട് നല്ല അല്ലെങ്കിൽ ടർക്കിഷ് ഫുഡ് നല്ലതാണല്ലേ. ഇത് കണ്ടല്ലോ ചപ്പാത്തി,
അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് റൈസ്, നമ്മൾ നല്ല ഗ്രിൽഡ് ചിക്കൻ, നല്ല അടിപൊളിയായിട്ട് ഗ്രില്ല് ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് ഒരു മസാല. അന്ന് അങ്ങനത്തെ അത്ര എരിവില്ല, നല്ല കേട്ടോ. ഞങ്ങൾ ആക്ച്വലി അവിടെ ഈ റെസ്റ്റോറൻറ്റിൽ നിർത്താൻ വേണ്ടി ഇരുന്നു. അപ്പോൾ അഞ്ചു പറഞ്ഞു ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഇവിടെ വരാമെന്ന് പറയാം. അപ്പോൾ ദിബു ആണെങ്കിൽ അഞ്ചു താങ്ക്സ് പറയായിരുന്നു. അഞ്ചു താങ്ക്സ്. അഞ്ചു എപ്പോഴും ഇങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ നല്ലതായില്ലെങ്കിൽ വല്ലപ്പോഴും നോ മെൻഷൻ പ്ലീസ് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അതേ കണ്ടല്ലോ, അതെ. അതേ കുറച്ച് ചപ്പാത്തി, ചിക്കൻ. സൈഡിൽ കൂടെ ഞങ്ങൾ കുറച്ച് പിള്ളേർക്കും കൊടുക്കുന്നുണ്ട്, പിള്ളേരും കഴിക്കുന്നു. ഇതിന്റെ കൂടെ ഇതാണോ ശരിക്കും ഇത് എരിവില്ലാത്ത സാധനമാണോ? ഞാൻ വിചാരിച്ച മുളകായിരിക്കും കേട്ടോ. ഇതിന്റെ കൂടെ ഒരു നല്ല ഇത് കണ്ടോ. ഓ നല്ല എരിവില്ല. പിന്നെ ഒരു തക്കാളി പുഴുങ്ങിയത്. തക്കാളി കഴിച്ചു നോക്കി ആരെങ്കിലും? ഫ്രൈ ചെയ്താണോ? തക്കാളി കഴിച്ചോട്ടെ. തക്കാളി ഇനി അത്ര ഇഷ്ടപ്പെട്ടില്ല. തക്കാളിക്ക് റോ ടേസ്റ്റ് അല്ലേ? ബാക്കിയെല്ലാം കൊള്ളാം. ഞാൻ എയർപോർട്ടിൽ ഒരു പ്രോട്ടീൻ ബാർ മേടിച്ച് കൊടുക്കാറ് തിന്നാലോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. വണ്ടിയൊക്കെ കയറുന്നു. ഇപ്പോഴത്തെ സമയം ഞാൻ പറയാം, കറക്റ്റ് 12:30 ആകുന്നു കേട്ടോ. നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇനി എങ്ങും സ്റ്റോപ്പില്ല. എല്ലാവരും ഉറങ്ങാതിരിക്കാനായിട്ട് ഞങ്ങൾ ഒരു റെഡ് ബുൾ മേടിച്ചിട്ടുണ്ട്. ഉറക്കം വരുന്നില്ല, നമ്മൾ എക്സൈറ്റഡ് ആണ്. പുതിയൊരു കൺട്രി, പുതിയൊരു സ്ഥലം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ കപ്പഡോക്യ. പിള്ളേർക്കൊക്കെ ഉറങ്ങാൻ സമയമായി. അതിൻ്റെ കരച്ചിലാണ് നിങ്ങൾ കേൾക്കുന്നത്. അവരിപ്പോൾ ഉറങ്ങിക്കോളും. ഇപ്പോൾ ആണെങ്കിലും മാപ്പ് വെക്കുന്നു. അങ്ങനെ ഡ്രൈവർ ചേഞ്ചായി. ദിബു വണ്ടി ഓടിക്കുന്നു. അഞ്ചു, കുഞ്ഞുമറിയം, അജയ് എല്ലാവരും പുറകിലുണ്ട്. നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 6.5 മണിക്കൂറാകുന്നു കേട്ടോ. ഇപ്പോൾ സമയം രാവിലെ 5:30 ആകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 11:30 എങ്ങാണ്ടായപ്പോഴാണ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ ടർക്കിയിലെ സൺറൈസ് ആണ് കാണുന്നത്. നല്ല രസമായിരുന്നു കാണാനായിട്ട് കേട്ടോ. അവിടെ നിന്നാണ് സൂര്യൻ ഉദിച്ച് വരുന്നത്. നിങ്ങൾ നോക്കുവാണെങ്കിൽ സ്കൈ ഭയങ്കര ക്ലിയറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കളേഴ്സ് എല്ലാം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇത്ര നേരം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നമ്മൾ വരുന്ന വഴിക്ക് ഫുൾ ഏകദേശം ഒരു 126 കിലോമീറ്റർ സ്ട്രെയിറ്റ് വഴിയാണ് നമ്മളിപ്പോൾ ഇത്ര നേരം യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം സൈഡിൽ ഫുള്ള് ഫാം ലാൻഡ്സ് ആണ് കേട്ടോ. അവർ നല്ല രസമായിട്ടാണ് കൃഷി ചെയ്യുന്നത്. നല്ല സ്പ്രിങ്ക്ലറൊക്കെ വെച്ചിട്ട് രാവിലെ നനയ്ക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു നല്ല കൃഷിയാണ് കാണുന്നത് കേട്ടോ. എന്താ കൃഷി ചെയ്യുന്നതെന്ന് അറിയത്തില്ല. രണ്ട് സൈഡിലും എന്തൊക്കെയോ സാധനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. വണ്ടി അടിപൊളി അല്ലേ? വണ്ടി നല്ല. ഞാനും ആദ്യമായിട്ട് MGയുടെ വണ്ടി ഓടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയാണ്. ഇത് ഏത് മോഡലാണെന്ന് നമുക്കറിയത്തില്ല. ഐഡിയലി ഇത് ഹെക്ടറാണ്. എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ മോഡൽ അറിയത്തില്ല. പക്ഷേ വണ്ടി അടിപൊളി, ഭയങ്കര കംഫിയാണ്. ഓടിക്കാനും ഭയങ്കര സുഖം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഹൈവേ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് നമുക്കിനി സമയം കാണിക്കുന്നത് 1 മണിക്കൂർ 19 മിനിറ്റ് 95 കിലോമീറ്റർ. 7 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഏകദേശം നമ്മുടെ റിസോർട്ടിൽ എത്തുമായിരിക്കും. നമ്മളിന്ന് രാവിലെ നേരെ ചെന്നിട്ട് റൂമിൽ കയറി ചെറുതായിട്ടൊന്ന് ഫ്രഷായി നേരെ സൈറ്റ് സീയിങ് ഇറങ്ങും. അതിനുശേഷം ഉച്ചയ്ക്കാണ് ഇനി നമ്മുടെ ഉറക്കം. കുഞ്ഞുമറി ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നുണ്ട് പറയുന്നത്. അവൾക്ക് ചെറുതായിട്ട് പനിക്കുന്നുണ്ട് കേട്ടോ, ചെറിയ പനി. അപ്പോൾ ഞങ്ങളൊരു പാരസെറ്റമോളൊക്കെ കൊടുത്തിട്ടിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴേക്കും നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടുത്തെ ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പൊതുവെ ഭയങ്കര കുറവാണ് കേട്ടോ. എല്ലാവരും ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് സംസാരിക്കും. ടർക്കിഷ് ആയിരിക്കാം. പിന്നെ ഇടയ്ക്ക് വേറെ ഏത് ഭാഷ നമ്മളിങ്ങനെ ATMിലൊക്കെ കയറിയപ്പോഴേക്കും കണ്ടു. ഇതിപ്പം ഡുറെന്നാണെങ്കിൽ ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് DUR. ഇത് സ്റ്റോപ്പ് ആയിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഗ്രീനാണ്. ഗ്രീൻ നമുക്കല്ല ഗ്രീൻ. ഇത് റൗണ്ട് അബൌട്ടാണ്. പക്ഷേ ഇവിടുത്തെ റൗണ്ട് അബൌട്ട്സ് എല്ലാം സിഗ്നൽ കൺട്രോൾഡ് ആണ് കേട്ടോ. ഇതുപോലെ തന്നെ റോഡിലെല്ലാം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ എല്ലാം സ്പീഡ് ക്യാമറാസ് ഉണ്ട്. നമ്മൾ വണ്ടി റെൻറ്റിനെടുത്ത് അവർ പറഞ്ഞിട്ടുണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ഫൈനൊക്കെ വയലേഷൻസ് വേണമെങ്കിൽ കാണിക്കാം. അതെല്ലാം നമ്മുടെ ഡെപ്പോസിറ്റിൽ നിന്ന് പിടിച്ചോളും അവർ. കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, എല്ലാം കറക്റ്റ് പിടിച്ചോളും. നല്ല അടിപൊളി സൺറൈസ്. അവിടുന്ന് ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നു. നമ്മൾ ആ ഡയറക്ഷനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈസ്റ്റിലോട്ടാണ് പോകുന്നത്. ദിബു അയ്യോ, രാത്രിയിലത്തെ നമ്മുടെ ഡിന്നർ നല്ല ഹെവി ആയിരുന്നു കേട്ടോ. ഓടിപ്പോയതോ? വഴി കൂടെ അല്ലേ?
ആ ആ നിഴലോടി പോകുന്നത്. ശരിക്കും ഇവിടെ നമ്മൾ വരുന്ന വഴിക്ക് പല പല ജീവികളെയും വണ്ടി ഇടിച്ച് മരിച്ചു കിടക്കുന്ന കാണാനായിട്ട് പറ്റും റോഡിൽ. ഞങ്ങൾ തന്നെ ഒരു കുഞ്ഞു കുറുക്കൻ, അത് കുഞ്ഞായിരുന്നത് അത്ര ഒരു പക്ഷേ പൂച്ചേനെ കൂട്ടിരുന്ന ഒരു കുറുക്കനെ ഞങ്ങൾ സൈഡിൽ എടുക്കാറുണ്ട് കേട്ടോ, ജസ്റ്റ് മിസ്സായിരുന്നു. അപ്പോൾ അതുപോലത്തെ ജീവികളൊക്കെ വഴിയുടെ സൈഡിൽ കൂടെ ഓടി പോകുന്നുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കുവാണെങ്കിൽ കുഞ്ഞു കുഞ്ഞ്, അതായത് ഈ ഫാം ലാൻഡുകളോട് അടുത്തുള്ള ചെറിയ ചെറിയ വീടുകൾ, ഹട്ടുകൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കുടിലുകൾ കൂട്ടുള്ള സംഭവങ്ങൾ ഒത്തിരി കാണാനായിട്ട് പറ്റുന്നുണ്ട് ഈ റോഡിൻ്റെ സൈഡിൽ. അപ്പോൾ അതുപോലെ തന്നെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒത്തിരി വലിയ വീടുകളും എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ ഒരു വിഷ്വൽ ഭയങ്കര രസമാണ് കേട്ടോ. റോഡ് നമുക്ക് അങ്ങേയറ്റം വരെ, അതായത് ഒരു മല ഇറങ്ങിയിട്ട് അടുത്ത മല കയറി പോകുന്ന അത്രയും തന്നെ നമുക്ക് റോഡ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടം വഴിയാണ് നമ്മളിങ്ങനെ ഇറങ്ങി. നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ഇത്ര കാണാൻ വേണ്ടി പറ്റത്തില്ല, പക്ഷേ നല്ല രസമുണ്ട്. അങ്ങേയറ്റം വരെ നമുക്ക് കാണാവേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതിപ്പോൾ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് നമ്മൾ ഇതുവരെ ട്രാവൽ ചെയ്തതിലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പിംഗ്. അതായത് സ്കോട്ട്ലൻഡ് ആണെന്ന് ചോദിച്ചാൽ സ്കോട്ട്ലൻഡ് അല്ല, എന്നാൽ ഇന്ത്യ ആണെന്ന് വെച്ചാൽ ഇന്ത്യ അല്ല, ദുബായ് ആണെന്ന് വെച്ചാൽ ദുബായ് അല്ല, അല്ലേ? എന്തോ ഒരു, അതായത് ഒരു ബ്രൗൺ എല്ലാം നമ്മളിപ്പം സൈഡിൽ നോക്കുവാണെങ്കിൽ, നിങ്ങൾ നോക്കുവാണെങ്കിൽ എല്ലാം ബ്രൗൺ ആണ് കൂടുതലും, ഗ്രീൻ ഭയങ്കര കുറവാണ്. ആ മുംബൈ ടു പൂനെ ഡ്രൈവ്, ആ ശരിയാ, ബാംഗ്ലൂർ മുംബൈ ഡ്രൈവ്. അങ്ങനെ നമ്മൾ ഇതുവരെ നമ്മൾ എവിടെയോ യാത്ര ചെയ്ത് ഏതൊക്കെ യാത്രകളോട് നമുക്ക് ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഉള്ള ഒരു ലാൻഡ്സ്കേപ്പാണ്. അതായത് നമ്മളിവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടി ഒരു പമ്പിൽ കയറ്റിയപ്പോഴേക്കും ആക്ച്വലി ഇവിടെ പെട്രോൾ എന്ന് എഴുതിയിട്ടില്ല, എല്ലായിടത്തും എന്തൊക്കെയോ ഒരു പേര് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ആളുടെ ചോദിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഈ ഗ്രീൻ നോസിൽ വരുന്ന യൂഷ്വലി പെട്രോളാണ് വരുന്നത്, ബ്ലാക്ക് വരുന്നത് ഡീസലും. ഇവിടെ ആണെങ്കിൽ ഒരു മഞ്ഞയും കൂടെ കൊടുത്തിട്ടുണ്ട്, അതാണ് നമുക്ക് കൺഫ്യൂഷൻ ആയത്. ആരോട് ചോദിച്ചു? ടർക്കിഷ് ഭാഷയിൽ ബെൻസിൻ എന്ന് പറയുന്നതാണ് നമ്മുടെ പെട്രോൾ കേട്ടോ. ഇനി ഇവിടെ യാത്ര ചെയ്യുമ്പോഴേക്കും ഇന്റർനെറ്റ് ഇല്ലാതെ നിങ്ങളിവിടെ കിടക്കുവാണെങ്കിൽ ഈ ബെൻസിനാണ് പെട്രോൾ. നമ്മളിപ്പോൾ ഫുൾ ടാങ്ക് അടിക്കുവാണ്. അങ്ങനെ നമ്മൾ കപ്പഡോക്യ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് 15 കിലോമീറ്ററും കൂടെ ഉള്ളു, 20 മിനിറ്റ്. അറിയത്തില്ല, നമ്മൾ ആക്ച്വലി കപ്പഡോക്യ ഒരു കേവ് ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് 9 കിലോമീറ്ററും കൂടെ ഉള്ളു. അപ്പം ഞങ്ങൾ ഇങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ വെച്ചിട്ട് ഇതുണ്ടോ, നല്ല രസമുള്ളൊരു പ്ലാൻഡ് സിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അല്ലേ? ഒരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു സിറ്റി. രണ്ട് സൈഡിലും വെച്ചിരിക്കുന്ന മരങ്ങൾ കണ്ടോ, ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. എന്ത് ഭംഗി, അറിയത്തില്ല എന്ത് ഭംഗിയായിട്ടാ ചെയ്തിരിക്കുന്നത് അല്ലേ? സെമിറ്ററി ആണല്ലേ? ഓ, ഇത് സൈഡിലൊരു സെമിത്തേരിയാണ്, നമ്മുടെ നാട്ടിലെ സെമിത്തേരി. എന്ത് രസമായിട്ടാണ് മരങ്ങൾ വെച്ചിരിക്കുന്നത്. ഈ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. പള്ളി, ഇതിനടുത്തൊരു പള്ളി കാണുമായിരിക്കും അങ്ങനെയാണെങ്കിൽ. ഞാൻ ഇവിടുന്ന് ക്യാമറ ഓൺ ആക്കി വെക്കുവാണ് ഫുള്ള്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ചെറിയൊരു ഇത് വരുന്നു, നമുക്ക് എന്തെങ്കിലും രസമുള്ള സാധനം, എന്തെങ്കിലും ഭംഗിയുള്ള സാധനം മിക്കവാറും ഇപ്പോൾ കാണാൻ പറ്റുമായിരിക്കും തോന്നുന്നു. ഈ ഒരു ഇറങ്ങി വരുമ്പോഴേക്കും ബലൂൺസ് എവിടെയെങ്കിലും ഉണ്ടോ? കണ്ടോ, ഫസ്റ്റ് ബലൂൺ സ്പോട്ട് ചെയ്തു. അടിപൊളി. പക്ഷേ അത് അത്ര ഭംഗിയുള്ളതെന്നല്ല, നമ്മൾ 2 കണ്ടു. പക്ഷെ ഇത് ഫുള്ള് കേവ് ഹോട്ടൽസ് ആണ് കേട്ടോ മേളില്. ശരിക്കും ഇത് എനിക്ക് തോന്നുന്നു ഈ ഫോട്ടോസ് നമ്മൾ കൂടുതലും കാണുന്നത് സൺസെറ്റ് ആയിരിക്കാനായിട്ടാണ് ചാൻസ്, അല്ലേടി അജയ്? 6 o'clock മോർണിംഗ് ആണ്. ശരിയാ. ഇതിപ്പോ നല്ല ഇച്ചിരി വെയിൽ മേളിൽ കയറി കിടക്കുവാണ്, പക്ഷേ ലാൻഡ്സ്കേപ്പ് മൊത്തം മാറി. അടിപൊളി. അഞ്ചു ഇത് കണ്ടോടി, ഓ മൈ ഗോഡ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഞാൻ ശരിക്കും വിചാരിച്ചു നമ്മളിങ്ങനെ ഒരു സാധനം ഞാൻ ഇത് ചെയ്തില്ല കേട്ടോ. അജയ് വിചാരിച്ചായിരുന്നു പെട്ടെന്ന്. അടിപൊളി. ഇത് കണ്ടോ, ബിൽഡിങ്സ് ഒക്കെ ശരിക്കും എനിക്ക് തോന്നുന്നത് ഉറുമ്പ് കൂട്ടി വെച്ചേക്കുന്നോട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അവിടെ ഫുള്ള് ഇത് ഇങ്ങോട്ട് താഴോഴിക്കുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇനി 3.7 കിലോമീറ്റർ ഉള്ളൂ നമ്മൾ താമസിക്കുന്ന പ്രോപ്പർട്ടിയിൽ. ഞാനിത് 3x ഇട്ട് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ടോ. കറക്റ്റ് പറയുവാണെങ്കിൽ നമ്മൾ പെയിൻറ്റിങ്സിലും കാർട്ടൂൺസിലും മൂവീസിലും കണ്ടിട്ടുള്ളൊരു സാധനം, ഒരു ഇമാജിനറി വേൾഡിൽ വന്ന കൂട്ടൊരു ഫീലാണ്. ഇസ്താംബുൾ ബലൂൺസ്. ഇത് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ ഫ്രണ്ടിൽ കാണുന്ന ആ മലയൊക്കെ ഉണ്ടോ, അതിനകത്തൊക്കെ ബിൽഡിങ്സും ഹോട്ടൽസും ആണ് നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട് പറ്റിയത്. നമുക്ക് ഇവിടുന്ന് റൈറ്റ് നമ്മളെത്തി. അടിപൊളി. ഇവിടുന്ന് 400 മീറ്ററേ ഉള്ളൂ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക്. നമുക്ക് പാർക്കിംഗ് അവൈലബിൾ ആണ്. ഈ ബിൽഡിങ്സ് ഒക്കെ നോക്കിയേ, എന്ത് ഭംഗിയാണ്. ടൗൺ ഒക്കെ ഓണായി വരുന്നേ ഉള്ളൂ. ഇത് എനിക്കൊന്ന് ഈ സിറ്റി കൂടെ നടക്കാൻ തന്നെ ഉണ്ട് കേട്ടോ, നല്ല
സിനിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, വണ്ടികളൊക്കെ ഇവർ നല്ലതായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ. ഓ ഇത് ഫുള്ള് ദൈവമുണ്ടോ ഇങ്ങനത്തെ, ഇത് കറക്റ്റ് എന്തോ ഫിലിമിന് സെറ്റ് ഇട്ടേക്കുന്നോട്ടോ എനിക്ക് തോന്നുന്നത്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. പുറയുള്ള ഇങ്ങോട്ട് തന്നെയാണോ? അല്ല, ലാൻഡ് റോവർ ഡിഫൻഡർ മൈ ഓൾ ടൈം ഫേവറേറ്റ്. അടിപൊളി സ്ഥലം, ഒന്നും പറയാനില്ല. പുറത്തിറങ്ങാതിരിക്കാനായിട്ട് തോന്നുന്നത്. പുറത്ത് എങ്ങനെയെങ്കിലും ഇറങ്ങുക, ഈ സാധനം ഒറിജിനലാണോ നോക്കുക. എനിക്ക് അതൊന്ന് പോയി തൊട്ട് നോക്കണം, ഇത് എന്നാ സംഭവം എന്ന് അറിയണം. അതിൻ്റെ മണ്ണാണോ ഇത്? എന്താണ്, ഞങ്ങളൊന്ന് ഇറങ്ങി നോക്കട്ടെ. ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. സ്ഥലം ഒരു രക്ഷയില്ല, അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുന്നത് കേട്ടോ. ഇതിനു മുമ്പ് ഇങ്ങനൊരു സംഭവം നമ്മൾ നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ്. ദിബു ഇവളുടെ മറ്റേ റൂം എത്ര, നമ്പർ എത്ര? 204. ഓക്കെ, പൊട്ടി നോക്കാം. ഇത് കണ്ടല്ലോ, നമ്മളങ്ങനെ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ റൂമിലേക്ക് പോവാണ്. ദിബുവിൻ്റെയൊക്കെ റൂം അവിടെ 204. അടിപൊളി. എന്താണെങ്കിലും തുറന്നോ. അയ്യോ, കയ്യിൽ നിന്ന് സാധനങ്ങളായിരുന്നു.